ആഹാരത്തിന് 50 ഫിൽസ് മുതൽ 3 ദിർഹം വരെ. UAE-യിൽ അന്നം വിളമ്പുന്ന ഇന്ത്യൻ വനിത. UAE-യിൽ വിശക്കുന്നവരുടെ മുന്നിൽ തുറന്നിട്ട വാതിലാണ് ഇന്ത്യക്കാരിയായ പ്രവാസി വനിതയുടെ ഫുഡ് ATM എന്ന സംരംഭം. ആയിഷ ഖാൻ എന്ന ഗുജറാത്തി വനിതയുടെ ഈ സംരംഭം UAE-യിലെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന സംവിധാനത്തിലൂടെ ദിവസേന ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഭക്ഷണം നൽകുന്നത്. 5 അടുക്കളകളാണ് ഇന്ന് ഫുഡ് ATM-നായി പ്രവർത്തിക്കുന്നത്. ദിവസവും 1200 മുതൽ 1500 വരെ ആളുകൾ ഈ സംരംഭത്തിലൂടെ ആയിഷ ഭക്ഷണം നൽകുന്നു. 2019-ൽ സ്ഥാപിതമായ ഫുഡ് ATM താഴ്ന്ന വരുമാനക്കാരായ തൊഴിലാളികൾക്ക് 50 ഫിൽസ് മുതൽ 3 ദിർഹം വരെ പരിധിക്കുള്ളിലാണ് ഭക്ഷണം വിൽക്കുന്നത്. അവർക്ക് അത് താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ ഭക്ഷണം സൗജന്യമായി നൽകും. ഭക്ഷണ ATM എന്നത് ഒരു കാറ്ററിംഗ് സർവീസ് എന്നതിനപ്പുറം ഒരു സാമൂഹിക പ്രതിബദ്ധതയാണ്. ഇത് തൊഴിലാളികൾക്ക് ഭക്ഷണം നൽകുക മാത്രമല്ല, അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. കുറഞ്ഞ ശമ്പളത്തിൽ ജീവിക്കുന്ന തൊഴിലാളികൾക്ക് ഭക്ഷണത്തിനായി ചെലവഴിക്കേണ്ടി വരുന്ന തുക ഇവിടെ നിന്ന് ലാഭിക്കാൻ കഴിയും. ഇത് അവർക്ക് തങ്ങളുടെ കുടുംബങ്ങളെ പരിപാലിക്കാനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പണം മാറ്റിവെക്കാനും സഹായിക്കും. കാപ്പി പോലും ആഡംബരമായിരുന്ന കാലം. ആയിഷ ഖാൻ വ്യക്തിപരമായ അനുഭവങ്ങളാൽ പ്രചോദിതയായിട്ടാണ് ഈ സംരംഭം ആരംഭിച്ചത്. കുടുംബത്തിലെ സാമ്പത്തിക പ്രതിസന്ധി കാരണം വിശപ്പിന്റെ തീവ്രത ആയിഷ ഖാൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകി അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ആയിഷ ആഗ്രഹിച്ചു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഒരു ഇടത്തരം കുടുംബത്തിൽ വളർന്ന ആയിഷയ്ക്ക് 17-ാം വയസ്സിലാണ് പിതാവിനെ നഷ്ടമായത്. ട്യൂഷനും കോച്ചിംഗ് ക്ലാസുകളും എടുത്ത് ആയിഷ അന്ന് ചെറിയ വരുമാനം കണ്ടെത്തി. ഡയാലിസിസ് ആവശ്യമുള്ള അമ്മയും സ്കൂളിൽ പോകുന്ന അനുജനും വേണ്ടി ആവശ്യമായ തുക കണ്ടെത്തുന്നതിന് ആയിഷ കഷ്ടപ്പെട്ടു. അന്ന് ഞാൻ ശരിക്കും വിശന്നിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. എൻ്റെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഒരു കപ്പ് കാപ്പി തന്നെ അന്ന് ആഡംബരമായിരുന്നു. വിശപ്പെന്നത് ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന ഒരു ആഗോള പ്രതിഭാസമാണെന്ന് അപ്പോൾ ഞാൻ മനസ്സിലാക്കി. അതിനാൽ വിശക്കുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകാൻ എനിക്ക് സാധിക്കുന്നത് ചെയ്യുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തു. ആയിഷ വ്യക്തമാക്കുന്നു. അന്നം വിളമ്പി മനം കവർന്നു. ബിരുദം നേടിയ ശേഷം ആയിഷ കുറച്ചു കാലം BSNL-ൽ ജോലി ചെയ്തു. 2006-ൽ ടെലികോം എഞ്ചിനീയറായി ഡൂവിൽ ചേർന്നതോടെയാണ് ആയിഷ ദുബായിലെത്തിയത്. IT പ്രവർത്തനങ്ങൾക്കായി കമ്പനി തെരഞ്ഞെടുത്ത 60 വിദഗ്ധരിൽ ഒരാളായിരുന്നു ആയിഷ. ആ സമയത്ത് സമ്മർദ്ദം അകറ്റുന്നതിനായി പാചകം ചെയ്യാൻ തുടങ്ങിയ ആയിഷ ഭക്ഷണം സഹപ്രവർത്തകരുമായി പങ്കിട്ടു. സഹപ്രവർത്തകരിൽ അത് അത്ര മതിപ്പുളവാക്കിയില്ല. എന്നാൽ കുറഞ്ഞ കൂലിയുള്ള തൊഴിലാളികൾക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ അവർ അതിനെ അഭിനന്ദിച്ചു. ഭക്ഷണത്തിനായി ചെലവഴിക്കേണ്ടി വരുന്ന പണം ലാഭിക്കുന്നതിൽ അവർ നന്ദിയുള്ളവരാണെന്ന് പിന്നീട് ആയിഷ മനസ്സിലാക്കി. അപ്പോഴാണ് എല്ലാവർക്കും മിതമായ നിരക്കിൽ ഭക്ഷണം ലഭ്യമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ താൻ തീരുമാനിച്ചതെന്ന് ആയിഷ പറയുന്നു. 2019-ൽ അജ്മാനിൽ ആദ്യത്തെ ഫുഡ് ATM ആരംഭിക്കുന്നതിന് ട്രേഡ് ലൈസൻസും ആവശ്യമായ എല്ലാ ഭക്ഷ്യസുരക്ഷാ അനുമതികളും നേടി. വെല്ലുവിളികൾ അനവധിയായിരുന്നു. ഇത് നഷ്ടക്കച്ചവടമാകുമെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. കോവിഡ് കാലത്ത് കാര്യങ്ങളാകെ മാറിമറിഞ്ഞു. ആദ്യ തവണ നിരസിച്ച കമ്പനികൾ ഇപ്പോൾ അവരുടെ തൊഴിലാളികൾക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം നൽകുന്നതിന് ആയിഷയെ തേടി വന്നു. 2021-ൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി ഭക്ഷണം നൽകിയതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ആയിഷയുടെ പ്രയത്നങ്ങൾ ഇടം നേടി. 8 മണിക്കൂറിനുള്ളിൽ 50,744 പേർക്കാണ് അന്ന് അന്നം നൽകിയത്. ഇന്ന് UAE ചാപ്റ്ററിന്റെ യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ കോമ്പാക്റ്റിന്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ് ആയിഷ. കോർപ്പറേറ്റ് ഓർഗനൈസേഷനുകൾ 3000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ തൊഴിലാളികൾക്ക് ദിവസേന 3 ഭക്ഷണം നൽകുന്നതിന് കമ്പനിയുമായി വാർഷിക കരാറുകളുണ്ട്. പണമടച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ തൊഴിലാളിക്കും ഒരു ഫുഡ് ATM കാർഡ് നൽകും. ഉപയോഗത്തിനനുസരിച്ച് മുഴുവൻ മാസവും ഭക്ഷണത്തിന്റെ എണ്ണം കാർഡിൽ ചേർക്കും. മാസാവസാനം എണ്ണം 0-ലേക്ക് പുനഃക്രമീകരിക്കും. അടുത്ത മാസത്തിന്റെ ആദ്യ ദിവസം കാർഡ് വീണ്ടും ലോഡ് ചെയ്യും. കാർഡിൽ ഒരു നമ്പർ, വ്യക്തിയുടെ ഫോട്ടോ, ഒരു QR കോഡ് എന്നിവ ഉൾപ്പെടുന്നു. അത് ഭക്ഷണത്തിന്റെ എണ്ണത്തിന്റെ ബാലൻസ് പരിശോധിക്കാൻ സ്കാൻ ചെയ്യും. ഒരു തൊഴിലാളിയെ സ്പോൺസർ ചെയ്യുന്ന വ്യക്തികളോ കമ്പനികളോ ഭക്ഷണത്തിന് മുൻകൂട്ടി പണം നൽകണം. തുടർന്ന് ബന്ധപ്പെട്ട ഭക്ഷണത്തിന്റെ കണക്കുകൾ ഉപയോഗിച്ച്
കാർഡ് ലോഡ് ചെയ്യും. കൂടാതെ കാർഡിൽ ഉപഭോക്താവിന്റെ കമ്പനി ID, കമ്പനിയുടെ പേര്, ബന്ധപ്പെടാനുള്ള വിശദാംശങ്ങൾ എന്നിവ ഉൾപ്പെടും. തുടർന്ന് ബന്ധപ്പെട്ട ഭക്ഷണത്തിന്റെ കണക്കുകൾ ഉപയോഗിച്ച് കാർഡ് ലോഡ് ചെയ്യുന്നു. കൂടാതെ കാർഡിൽ ഉപഭോക്താവിന്റെ കമ്പനി ID, കമ്പനിയുടെ പേര്, ബന്ധപ്പെടാനുള്ള വിശദാംശങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. കരാറിലല്ലാത്ത തൊഴിലാളികൾക്ക് പണം നൽകി കുറഞ്ഞ വിലയ്ക്ക് നേരിട്ട് ഭക്ഷണം വാങ്ങാം. UAEയിലെ എല്ലാ എമിറേറ്റുകളിലും ഭക്ഷണ ATMകൾ സ്ഥാപിക്കുക എന്നതാണ് ആയിഷയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതുവഴി കൂടുതൽ ആളുകളെ സഹായിക്കാനും വിശപ്പിനെതിരായ പോരാട്ടം ശക്തമാക്കാനും ആയിഷ ആഗ്രഹിക്കുന്നു.